ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളവർക്കുള്ള ഒരൊറ്റ വീഡിയോ ആണിത്. ഹായ് ഓൾ, നമ്മൾ ഈ മാസത്തെ, അതായത് മെയ് മാസത്തെ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് ഡേയ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോ 31-ാം തീയതിയാണ്. ഇനിയിപ്പോ നാളെ മുതൽ വീണ്ടും പുതിയൊരു മന്ത് സ്റ്റാർട്ട് ചെയ്യാണ്. ജൂൺ മുതൽ തിങ്കളാഴ്ച തന്നെയാണ് ജൂൺ 1-ാം തീയതി ആയിട്ട് വരുന്നത്. അപ്പൊ അതിനേക്കാൾ മുന്നേ തന്നെ നമ്മുടെ ഈ മാസത്തെ മെയ് മാസത്തെ PNL ഞാൻ ഓൾറെഡി 2 ആഴ്ച മുന്നേ ഉള്ള PNL നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നു, അപ്ലോഡ് ചെയ്തിരുന്നു നമ്മള്. അപ്പൊ അതിന് ശേഷം പിന്നെ നമുക്ക് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നല്ല ലോസ് ഉണ്ടായിരുന്നു. അപ്പോ ആദ്യത്തെ ആഴ്ച നമുക്ക് 2 ആഴ്ചയിലത്തെ PNL നോക്കി നമുക്ക് കാണാൻ പറ്റും എപ്പോഴും നമ്മൾ ക്യാപിറ്റലിന്റെ ഓൾമോസ്റ്റ് അബവ് 80-90% പ്രോഫിറ്റിൽ നിന്നിരുന്നത്. അതിനുശേഷം ലോസ് വന്നപ്പോൾ ചെറുതായിട്ട് നമ്മുടെ പ്രോഫിറ്റ് താഴേക്ക് കുറഞ്ഞിരുന്നു. പിന്നെ ലാസ്റ്റ് വന്ന വീക്കിൽ നമ്മൾ എടുത്ത 1-2 ട്രേഡ്സ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടിയപ്പോൾ നമ്മൾ ഓവറോൾ ഇപ്പോൾ വീണ്ടും നല്ലൊരു പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് കാണിച്ചു തരാന്നുള്ള ഒരു ഇതിലാണ്. കാരണം എപ്പോഴും നമ്മൾ എന്നും എടുക്കുന്ന ട്രേഡ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല പല കാരണങ്ങൾ കൊണ്ടും. എടുക്കണം ഒരുവിധം ഒരു അബൌട്ട് 90% നമ്മൾ ട്രേഡ്സ് എന്നും വീഡിയോസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പൊ അല്ലാത്തവരെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഇത് ട്രേഡ് ചെയ്തിട്ട് നമുക്ക് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ഒരു ഇതാണ് നിങ്ങൾക്ക് ഇപ്പോ കാണിച്ചു തരാൻ പോണത് നമ്മുടെ PNL. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വട്ടത്തെ വെരിഫൈഡ് PNL പോവാം. മോറില് റിപ്പോർട്ട്സിൽ വെരിഫൈഡ് PNL. ഓക്കെ, നമുക്ക് ഈ മന്ത് ഓൾമോസ്റ്റ് 90,000 ആണ് പ്രോഫിറ്റ്, ടോട്ടൽ പ്രോഫിറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നമ്മളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 25K വെച്ചിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഓൾമോസ്റ്റ് എബവ് 24,000 അടുത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നു. അതിനുശേഷം 3rd വീക്ക് ലോസ് വന്നു. വീണ്ടും ലാസ്റ്റ് വീക്ക് വീണ്ടും നമ്മൾ പ്രോഫിറ്റിലായിട്ടാണ് ഇപ്പൊ നമ്മൾ മന്ത് എൻഡ് ക്ലോസ് ചെയ്തത്. അപ്പോ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം. അതായത് നമ്മൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ബിഗിനേഴ്സിനുള്ള ഒരു ഡൗട്ടാണ് നമ്മളെ കൊണ്ട് പറ്റൂലേ എന്നുള്ളത്. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് പരമാവധി പറ്റും എന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റിൽ ഇരിക്കാൻ നോക്കുക. പോസിബിൾ ആണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ മന്തും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല, എല്ലാ വീക്കും കണ്ടിന്യൂസ് ആയിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മള് ഇപ്പൊ ആദ്യത്തെ 2 വീക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ 3rd വീക്ക് ആയപ്പോൾ എനിക്ക് നല്ല ലോസ് വന്നു. അപ്പോഴും ഞാൻ ഓവറോൾ പ്രോഫിറ്റിലായിരുന്നു. എന്റെ ക്യാപിറ്റൽ അവിടെ നിന്ന് യാതൊരു രീതിയിലുള്ള ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റിൽ നിന്നാണ് ലോസ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അപ്പൊ എനിക്ക് വലിയ ഇമോഷണൽ ആയിട്ടൊരു മിസ്റ്റേക്കും വന്നിട്ടില്ല. ഇപ്പൊ ഇവിടെ തന്നെ നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ എടുത്ത ട്രേഡ്സിന്റെ ലോസസ് പരമാവധി ഞാൻ കുറയ്ക്കാൻ നോക്കാറുണ്ട്. പലപ്പോഴും ഇമോഷണലി നമ്മൾ കയറിയിട്ട് എൻട്രി എടുത്തിട്ട് ഒക്കെയും ലോസ് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ ട്രേഡിംഗ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ചില ദിവസം അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ട് ഇമോഷണലി തന്നെ. അപ്പോൾ പിന്നീട് നമ്മൾ ആ ഒരു ഇമോഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ മുന്നിൽ ചെന്നിട്ട് ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലോസ് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് സിസ്റ്റം ക്ലോസ് ചെയ്തിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി നോക്കുക എന്നുള്ള ഒറ്റ ഇത് മാത്രം റിസ്ക് മാത്രമേ അവിടെ കാണുന്നുള്ളൂ. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മൈൻഡ് ഒന്നുകൂടി കാമാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഡെയിലി, അതായത് ഡേ 1 മുതലുള്ള ലാസ്റ്റ് വരെയുള്ള ആ ഒരു ഇത് നോക്കുകയാണെങ്കിൽ ഇപ്പോ എങ്ങനെയാ വരുന്നത്? നമ്മൾ ഏകദേശം ടോട്ടൽ 19 ട്രേഡിംഗ് ഡേയ്സ് ഉണ്ടായിരുന്നു ഈ മന്ത് നമുക്ക് മെയ്യില്. അതില് 18 ദിവസം നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം 2-ാം തീയതി മുതൽ ഇപ്പോ അവസാന ദിവസം 29-ാം തീയതി ഫ്രൈഡേ വരെ നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ ദിവസത്തിൽ ഒരു ടോട്ടൽ ഡേയ്സ് വെച്ച് നോക്കുക വെച്ചെങ്കിൽ ഒരു 9 ദിവസം പ്രോഫിറ്റ് 9 ദിവസം ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും നോക്കാൻ പറ്റില്ല. ഇപ്പൊ ചിലവർക്ക് തോന്നും ഓവറോൾ. ഞാൻ ചില ദിവസങ്ങളിൽ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 3 SL അടിക്കാറുണ്ട്, 1:3 1:4 ഒക്കെ വയ്ക്കുമ്പോൾ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഇപ്പൊ ആദ്യത്തെ ദിവസം 4-ാം തീയതിയിലത്തെ ട്രേഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി ഏകദേശം 8K പ്ലസ് എബവ്. അവസാനത്തെ ദിവസം 8K പ്ലസ് എബവ്. പിന്നെ വേറൊരു ദിവസം 8K പ്ലസ് എബവ്, 9K പ്ലസ് എബവ്. ഇപ്പോ
ഇതാണ് ഞാൻ 1:3യും എബവും എപ്പോഴും പിടിക്കാനുള്ള മെയിൻ റീസൺ. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറെ ലോസ് ഉണ്ടാക്കിയാലും നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റണമെങ്കിൽ ഈ രീതിയിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വിചാരിച്ചിട്ട് 1:4 എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് ഒരു 50 ദിവസം പ്രോഫിറ്റ് 50 ദിവസം ടാർഗറ്റ് അടിച്ചാൽ അത്രയും വലിയൊരു ഇതിലേക്ക് പോകണമെന്നില്ല ഒരിക്കലും. അപ്പൊ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാനായിട്ട്. അപ്പൊ ആദ്യത്തെ വീക്ക് നിങ്ങൾക്ക് നോക്കി കാണാം അല്ലെ, ഒരു ആദ്യത്തെ രണ്ട് ചെറിയ ചെറിയ ലോസുകളാണ് വരുന്നത്. രണ്ടാമത്തെ വീക്ക് അതെ കൂടുതൽ നമ്മൾ പ്രോഫിറ്റിലാണ് എത്തിയത്. പക്ഷെ മൂന്നാമത്തെ വീക്ക് വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 4 ദിവസം ട്രേഡ് എടുത്ത് 4 ദിവസം ലോസിലാണ് ഞാൻ എൻഡ് ചെയ്തത്. അതിൽ 2 ദിവസം ഇമോഷണലി ട്രേഡ് ഒക്കെ എടുത്ത് 3 പൊസിഷൻ എടുത്ത ദിവസമുണ്ട് ഒരു ദിവസം. ഏകദേശം 7K എടുത്ത് നമ്മുടെ ബ്രോക്കറേജ് എല്ലാം കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ സെയിം ഇത് തന്നെ എടുത്തത് 7K എടുത്ത് രണ്ട് ഇതില്. പ്രോഫിറ്റ് എടുക്കുന്ന ദിവസങ്ങളിൽ ഒറ്റ പൊസിഷൻ അങ്ങനെ ഇറങ്ങാൻ നോക്കുക. നമ്മൾ പിന്നെ ഓവർ ട്രേഡ് ചെയ്യേണ്ട യാതൊരു രീതിയിലുള്ള ആവശ്യമില്ല നമുക്ക്. അപ്പോ അല്ലാത്ത ദിവസങ്ങളിലാണ് എനിക്ക് സ്റ്റോപ്പ് ലോസ് കൂടുതലായിട്ട് വരാറ്. അപ്പൊ അങ്ങനെ നോക്കുക. അപ്പോ ചെറിയ ക്യാപിറ്റൽ വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളവർക്കുള്ള ഒരൊറ്റ വീഡിയോ ആണിത്. നമുക്ക് ഈ മാസത്തെ ഇപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്ന് വിചാരിച്ചിട്ട് ഈ വീക്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റണമെന്ന് നമുക്ക് യാതൊരു ഉറപ്പില്ല. നെക്സ്റ്റ് മന്ത് അങ്ങനെ ആയിരിക്കാം. അപ്പോ ട്രേഡിംഗ് എന്ന് പറഞ്ഞ ഒരു ലോങ് ടൈം ഇതിൽ ചിന്തിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. പിന്നെ പതിയെ പതിയെ ക്യാപിറ്റൽ റേസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനെ കൂട്ടുക. ഇപ്പൊ തന്നെ ഇപ്പൊ ഓവറോൾ ഇപ്പോ എനിക്ക് എന്റെ ക്യാപിറ്റലിന്റെ ഇത്ര ശതമാനം ഇതിന് ഇപ്പോ 90K പ്രോഫിറ്റ് വന്നാൽ കൂടിയിട്ട് ഇതിന്ന് ഒരു 4K അടുത്ത് എന്തായാലും ഞാൻ എടുത്ത ട്രേഡിന്റെ എണ്ണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം നമുക്കൊരു 4K അടുത്തേക്കും ബ്രോക്കറേജ് ആയിട്ട് പോയിട്ടുണ്ടാവും. ഓവറോൾ ഒരു 50,000 അടുത്തൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ നെക്സ്റ്റ് മന്തിലേക്ക് എന്തായാലും ഞാൻ ഈ സെയിം എമൗണ്ട് വെച്ചിട്ട്, അതായത് ആദ്യം നമ്മൾ എത്രയാണ് വെച്ച് ആ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് ഞാൻ ഈ ട്രേഡ് എടുക്കാൻ പോണത്. അടുത്ത മന്ത് എന്താണെന്ന് റിസൾട്ട് എന്നുള്ളത് നോക്കിയിട്ട് നമുക്കിനി ക്യാപിറ്റൽ കൂട്ടാം. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ ഒന്നും കൂടി ഫോക്കസ് ചെയ്തിട്ട് ട്രേഡ് ഇരിക്കാൻ പോവുക. കുറച്ചും കൂടി റൂൾസ് ഒക്കെ ഫോക്കസ് ചെയ്തിട്ട്. ഇപ്പൊ ഈ മന്ത് എനിക്ക് തന്നെ അറിയാം ഞാൻ എത്രത്തോളം എവിടെയൊക്കെ റൂൾസ് ബ്രേക്ക് ചെയ്തു എന്നുള്ളത്. അപ്പൊ ഓരോ മാസം നെക്സ്റ്റ് മന്ത് ഞാനൊരു 20 ഡേ ട്രേഡിംഗ് ചലഞ്ച്, ഒരു മാസത്തെ ട്രേഡിംഗ് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഞാൻ ഇരിക്കാൻ പോവാണ്. അപ്പൊ ഒന്നും കൂടി നമുക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇരുന്നത് ഗുണം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. റിസൾട്ട് നമ്മൾ നോക്കുന്നില്ല, പക്ഷെ നമ്മൾ നമ്മുടെ റൂൾസ് അല്ലെങ്കിൽ നമ്മുടെ പ്ലാൻ ഇത് ചെയ്യാന്നുള്ളതാണ് എന്റെ മെയിൻ. ഞാൻ തെറ്റിക്കാറുള്ള മെയിൻ റൂൾ ഒന്ന് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് പലപ്പോഴും എൻട്രി എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ പെട്ടെന്ന് കയറിയിട്ട് എൻട്രി എടുക്കുക എന്നുള്ള ഒരു ഇതാണ് പലപ്പോഴും എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ലോസ് വരുന്നത്. അപ്പൊ അതൊക്കെ കുറച്ചിരുന്നെങ്കിൽ എനിക്ക് ഒന്നുകൂടി പ്രോഫിറ്റിലേക്ക് ഈ മന്ത് എത്താൻ പറ്റിയായിരുന്നു. അപ്പോ അത് ഞാൻ ഇനി ഫോക്കസ് ചെയ്തിട്ട് നോക്കുന്നുണ്ട്. മാക്സിമം ഒരു ദിവസം വെക്കുന്ന ലോസിന്റെ ഇത് ഞാൻ വളരെ രീതിയിൽ കുറയ്ക്കാൻ പോവാ. ഈ 7K അടുത്തേക്ക് ലോസ് ഉണ്ടാക്കണത് ഒന്നുകൂടി കുറയ്ക്കാൻ നോക്കാൻ പോവാ. അപ്പോ അതിന്റെ മെയിൻ റീസൺ എന്താന്ന് വെച്ചാല് ലോസ് ഉണ്ടാക്കുന്നത് കുറച്ചിട്ട് നെക്സ്റ്റ് ഡേ മാർക്കറ്റ് അവിടെ ഉണ്ട്. ആ രീതിയിൽ നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണ് എൻട്രി എടുക്കേണ്ടത്, ടാർഗറ്റ് എത്തിക്കേണ്ടതെന്ന് നോക്കിയിട്ട് എൻട്രി എടുക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോ റിസൾട്ട് എന്താ നമുക്ക് അറിയില്ല. അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പ്ലാൻ യുവർ ട്രേഡ്, ട്രേഡ് യുവർ പ്ലാൻ എന്നുള്ള ഒറ്റ തോട്ട്. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരയ്ക്കും. ബൈ.